സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ അതേ നിരക്കിലാണ് ഇന്നും വ്യാപാരം നടക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില ഉയരുമോ കുറയുമോ എന്ന ആശങ്കയിൽ പലരും വിപണിയെ നിരീക്ഷിക്കുകയാണ്. രാജ്യാന്തര വിപണിയിലെ സംഭവ വികാസങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെയും നേരിട്ട് ബാധിക്കുന്നത്. ആയതിനാൽ ആഭരണം വാങ്ങാൻ പദ്ധതിയിടുന്നവരും നിക്ഷേപത്തിനായി സ്വർണം വാങ്ങാൻ ആലോചിക്കുന്നവരും ഓരോ ദിവസത്തെയും വില മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ സ്വർണ്ണവിലയും അതിനെ സ്വാധീനിച്ച പ്രധാന കാരണങ്ങളും വിശദമായി നോക്കാം. ഇന്ന് കേരളത്തിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,220 രൂപയാണ്. ശനിയാഴ്ച രേഖപ്പെടുത്തിയ അതേ വിലയാണ് ഇന്നും വ്യാപാരം നടക്കുന്നത്. അതുപോലെ 1 പവൻ സ്വർണത്തിന്റെ വില 1,05,760 രൂപയാണ്. വിലയിൽ മാറ്റമില്ലാത്തതിനാൽ സ്വർണം വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് ഇന്നും അതേ നിരക്കിൽ തന്നെ വാങ്ങാൻ കഴിയും. സാധാരണയായി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരുമ്പോൾ അതിന്റെ പ്രതിഫലനം കേരളത്തിലെ വിപണിയിലും കാണാറുണ്ട്. എന്നാൽ ഇത്തവണ ചില അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സ്വർണ്ണവില വലിയ രീതിയിൽ മുന്നേറിയില്ല. അതുകൊണ്ടാണ് സംസ്ഥാനത്തും വില മാറ്റമില്ലാതെ തുടരുന്നത്. ഇതിനിടെ രാജ്യാന്തര തലത്തിൽ നടന്ന ചില സംഭവങ്ങളും വിപണിയെ സ്വാധീനിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ഒരു സൈനിക നടപടി തൽക്കാലം ഒഴിവാക്കിയതായി അറിയിച്ചിരുന്നു. കൂടാതെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും സാധാരണ നിലയിലാകാനും യുദ്ധ സാഹചര്യം അവസാനിപ്പിക്കുന്നതുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. അതോടൊപ്പം അമേരിക്കൻ ഡോളറിന്റെ മൂല്യവും പ്രധാന 6 കറൻസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറയുകയായിരുന്നു. ഡോളർ ദുർബലമാകുമ്പോൾ മറ്റ് രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് സ്വർണം വാങ്ങുന്നത് കൂടുതൽ എളുപ്പമാകും. ഇതിലൂടെ സാധാരണയായി സ്വർണത്തിന് ആവശ്യക്കാർ കൂടുകയും വില ഉയരുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിച്ചില്ല. കാരണം അമേരിക്കൻ ഫെഡ് റിസർവ് ഉടൻ പലിശ നിരക്ക് ഉയർത്തുമെന്ന പ്രതീക്ഷയാണ് വിപണിയിൽ ശക്തമായിരിക്കുന്നത്. പലിശ നിരക്ക് ഉയർന്നാൽ നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് മാറി മറ്റ് നിക്ഷേപ മാർഗങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആയതിനാൽ സ്വർണ്ണവിലയ്ക്ക് വലിയ മുന്നേറ്റം ലഭിച്ചില്ല. അമേരിക്കയിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കണമെങ്കിൽ പലിശ നിരക്ക് വീണ്ടും ഉയർത്തേണ്ടി വരുമെന്നാണ് ഫെഡ് റിസർവിലെ പല അംഗങ്ങളും പറയുന്നത്. കഴിഞ്ഞ പണയനയ യോഗത്തിൽ പലിശ വർധനയെ എതിർത്ത ചില അംഗങ്ങൾ പോലും ഇപ്പോൾ പലിശ കൂട്ടേണ്ട സാഹചര്യമുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഈ മാറ്റം വിപണിയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനി അടുത്തതായി എല്ലാവരും ശ്രദ്ധിക്കുന്നത് അമേരിക്കയിലെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ കണക്കുകളാണ്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ ഫെഡ് റിസർവ് പലിശ നിരക്കിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കും. അതനുസരിച്ചായിരിക്കും സ്വർണ്ണവിലയുടെ അടുത്ത നീക്കവും. രാജ്യാന്തര വിപണിയിൽ ഇന്ന് സ്വർണ്ണവില ചെറിയ തോതിൽ മാത്രമാണ് ഉയർന്നത്. കഴിഞ്ഞ വ്യാപാര ദിനത്തിൽ ഔൺസിന് $4,043 വില അവസാനിച്ചത്. ഇന്നത് $4,078 ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ വർധന വലിയ മാറ്റമുണ്ടാക്കാൻ മതിയല്ല എന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ കൂടുതൽ നല്ല പുരോഗതി ഉണ്ടായാൽ അതിന്റെ സ്വാധീനവും സ്വർണ്ണ വിപണിയിൽ കാണാൻ സാധ്യതയുണ്ട്. സമാധാന ചർച്ചകൾ വിജയിക്കുകയും ഇരു രാജ്യങ്ങളും കരാറിലെത്തുകയും ചെയ്താൽ ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും കുറയാം. അതോടൊപ്പം ഡോളറിന്റെ മൂല്യത്തിലും മാറ്റമുണ്ടാകാം. അങ്ങനെ സംഭവിച്ചാൽ സ്വർണത്തിന്റെ ആവശ്യക്കാർ വർദ്ധിക്കാനും വിലയിൽ മാറ്റം വരാനും സാധ്യത ഉണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇത് സ്വർണ്ണാഭരണം വാങ്ങാൻ പോകുന്നവർ സ്വർണത്തിന്റെ അടിസ്ഥാന വില മാത്രമല്ല അതിനു പുറമെ വരുന്ന മറ്റു ചെലവുകളും ശ്രദ്ധിക്കണം. പണിക്കൂലി, GST, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി ചേർന്നാൽ 1 പവൻ ആഭരണത്തിന്റെ അന്തിമ വില കൂടുതലായിരിക്കും. നിലവിലെ കണക്കു പ്രകാരം 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 1.2 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കും ചെലവ് വരിക. ആഭരണത്തിന്റെ ഡിസൈനും പണിക്കൂലിയും അനുസരിച്ച് ഈ തുകയിൽ ചെറിയ വ്യത്യാസവും ഉണ്ടായേക്കാം. 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയും ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന് 10,860 രൂപയാണ് വില. ആഭരണങ്ങൾക്കായി 18 ക്യാരറ്റ് സ്വർണം തിരഞ്ഞെടുക്കുന്നവർക്കും ഇന്നത്തെ വില സ്ഥിരതയാണ് നൽകുന്നത്. വെള്ളിയുടെ വിലയും ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. 1 ഗ്രാം വെള്ളിക്ക് ഇന്ന് 235 രൂപയാണ് വില. വെള്ളി ആഭരണങ്ങൾ വാങ്ങാനോ നിക്ഷേപമായി വെള്ളി വാങ്ങാനോ ആലോചിക്കുന്നവർക്കും ഇന്നത്തെ നിരക്കിൽ തന്നെ വാങ്ങാൻ കഴിയും. ഇന്ന് സംസ്ഥാനത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ മാറ്റമില്ല. എന്നാൽ രാജ്യാന്തര വിപണിയിലെ സംഭവ വികാസങ്ങളും അമേരിക്കൻ ഫെഡ് റിസർവിന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും ദിവസങ്ങളിലെ വിലയെ സ്വാധീനിക്കാനിടയുണ്ട്. ആയതിനാൽ സ്വർണം വാങ്ങാൻ ആലോചിക്കുന്നവർ ദിവസേനയുള്ള വില മാറ്റങ്ങളും വിപണിയിലെ പ്രധാന വാർത്തകളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ വാങ്ങലുകളിൽ നല്ലൊരു തുക ലാഭിക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.